എൻ്റെ ലൈഫിലെ എല്ലാ കാര്യവും അങ്ങനെയാണ്. കുറച്ച് സ്ലോ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പല ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾക്ക് അങ്ങനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളതിൽ താല്പര്യമായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നില്ല. ഒന്നാമത് കരടീനെ കാണാൻ നിൽക്കാറില്ല. കരടീനെ കാണുമ്പോൾ തന്നെ ഓടലാണ് പതിവ്. എൻ്റെ കാലും കൊണ്ട് ഒരൊറ്റ കിക്ക് കൊണ്ട് ലോകത്തിൽ ഒരു ഹോസ്പിറ്റലിൽ എടുക്കൂലാട്ടെന്ന്. അപ്പോൾ അത് ഞാൻ എപ്പോഴും സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ഗുരു എന്ന് പറഞ്ഞ ഉത്തരം. പഠിച്ചാണ് നമ്മൾ ഇങ്ങനെ ആയത്. മൊത്തം ഭൂമി മൊത്തം കുപ്പത്തൊട്ട് ആക്കി. വേറെ ഏതെങ്കിലും ജീവിയുണ്ടോ ഇങ്ങനെ ഭൂമി ഇത്ര നശിപ്പിക്കുന്നത്? പിന്നെ കുറച്ച് കൂടി ആകുമ്പോൾ ആരോടെങ്കിലും അച്ഛൻ്റെ പേരെ ഒറ്റ സെക്കൻഡ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. ചില ഉദ്യോഗസ്ഥർ ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ. അവരൊക്കെ റിട്ടയർഡായി പോയി, നമ്മളിപ്പോഴും റിട്ടയർഡ് ആയിട്ടില്ല. നമ്മോടൊപ്പം ഇന്ന് മിസ്ഫിറ്റ്സിലുള്ളത് നമ്മളെ ഏറെ എഴുത്തുകളിൽ കണ്ടിട്ടുള്ള, ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോസിന് പിന്നിൽ ആരാണിതെന്ന് അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, എഴുത്തുകാരൻ, കാടിൻ്റെ സ്വന്തം എന്നെ നസീറിക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ഇക്ക. നമസ്കാരം. ഇക്ക എന്തെങ്കിലും നേരിട്ട് കാണുമ്പോഴേ ചോദിക്കണമെന്ന് കരുതി വെച്ചിരുന്നൊരു ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. അതായത് കാട് ഏറ്റവും സുന്ദരിയായി കാണപ്പെടുന്നത് എപ്പോൾ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അത് ഇപ്പോൾ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റും മഴക്കാട് എപ്പോഴും സുന്ദരിയായിട്ട് തന്നെ എപ്പോഴും പച്ചപ്പ്. മറ്റുള്ള നമ്മളുടെ ഇപ്പോൾ റെയിൻ ഷാഡോ പ്രദേശമുണ്ട്, മഴനിഴൽ പ്രദേശം, അതിന് മഴനിഴൽ പ്രദേശമാണ്. പിന്നെ ഇലപൊഴിയും കാട്, ഇതൊക്കെ ശരിക്കും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഒരു ഒറ്റ മാസം കൊണ്ട് ഇത് ഫ്ലോർ, അതായത് തറ മുഴുവൻ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച പോലെ ചെറിയ പുല്ലുകൾ, എല്ലാത്തിലും ഇലകൾ, അതാണ് ഏറ്റവും ഭംഗിയുള്ളൊരു ഇതായിട്ടുള്ള. പിന്നെ ഇത് വസന്തകാലവും ഒക്കെ വളരെ ഭംഗി. ഏത് കാലവും കാട് നല്ല തന്നെയാണ്. ഇല്ലെന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ. വേനൽക്കാലമായാലും അതിൻ്റെതായ ഭംഗിയൊക്കെ ഉണ്ട്. ഇല ഒഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ അതിൻ്റെ ഭംഗിയും ഇതുണ്ട്. പിന്നെ ഒരു വന്യജീവിനെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഒരു പച്ചയിൽ കാണുമ്പോൾ ഉള്ളൊരു ഇതാണ്. പ്രകൃതിയുടെ കളർ തന്നെ ഇതാണ്. അങ്ങനെയാണ്. ഇക്ക ഏറ്റവും കൂടുതൽ തന്നെ കാട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. അതിപ്പോൾ ഫോട്ടോസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇക്ക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കാട്ടിൽ പോകാനായിട്ട് നല്ല കാലം അങ്ങനെയുണ്ടോ? ഏറ്റവും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ടൊക്കെ? അങ്ങനെ എനിക്കങ്ങനെ എപ്പോഴും മൃഗങ്ങളെ കാണാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പുഴയുടെ തിരുത്ത് വെള്ളമുള്ള സ്ഥലത്ത് മൃഗങ്ങൾ വരും. കാരണം വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. അല്ലാത്ത കാലത്തും ഒക്കെ അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകം അങ്ങനെ ഇതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ചില ജീവികളുടെ ഇപ്പോൾ മേറ്റിംഗ് ടൈം, അപ്പോൾ അവരെ കൂടുതൽ ഇപ്പോൾ ഇത് ഹോൺബില്ലൊക്കെ ആണെങ്കിൽ വേളാമ്പലൊക്കെ നമ്മൾ ഡിസംബർ ജനുവരി ആ സമയത്ത് കഴിയുമ്പോൾ ഒരുപാട് കൂട്ടമായിട്ടും ഒക്കെ. അല്ലാതെ അവർ ഈ ചില ആൽമരങ്ങളിൽ പഴങ്ങളുണ്ടാകുമ്പോൾ നിറയെ വരും, ഇഷ്ടംമാതിരി വേളാമ്പല് വരും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ പ്രത്യേക ഒരു കാലം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ എല്ലാ കാലവും എന്നെ സംബന്ധിച്ച് നല്ലതാണ്. നമ്മൾ ഈ നടപ്പിനൊക്കെ ഏറ്റവും, അതായത് നമ്മൾ വീക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള കാലം മഴക്കാലമാണോ? പക്ഷെ ചിലവർക്ക് അപ്പോൾ അട്ടയുണ്ടാവും, ചിലവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ആ സമയം ഇത് നമ്മുടെ ചിന്നാറ് പോലത്തെ കാട്ടിലൊക്കെ പറമ്പിക്കുളത്തും അതെ മാൻചെള്ള് ഉണ്ടാവും. മാൻചെള്ള അപ്പോൾ സ്കിന്നിൻ്റെ ഇടയിൽ കയറി പിന്നെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് ഒരു വർഷമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. അത് പോകില്ല. അത് അവിടെ എങ്ങനെ ഇരിക്കും. പക്ഷെ എൻ്റെ മാൻചെള്ള് ഇത് ചെയ്യാറില്ല. ഇതാണ് അട്ടയാണ്. പിന്നെ അട്ട കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെങ്ങനെ. അത് എന്താന്ന് വെച്ചാൽ അത് കാടിൻ്റെ ഒരു പ്രതിരോധമാണത്. മനുഷ്യൻ കയറരുതെന്നും പറഞ്ഞ് അത് കാവലാണ് കാടിന്. മുള്ളും എല്ലാം അത് പണ്ട് എഴുതിയിട്ടുണ്ട്. കാടിൻ്റെ അതിരുകളിൽ നമുക്ക് കയറാൻ കുറച്ച് പ്രയാസമായിരിക്കുള്ളൂ. മുൾക്കാടും ഇങ്ങനെ വേലിയെട്ടിയ പോലെയൊക്കെ ആയിരിക്കും. ആനച്ചൊറിയനും ഒക്കെ ഉണ്ടാവും. ഉള്ളിൽ കയറിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ രക്തം ഊറ്റി കുടിക്കുന്ന അട്ട, മാൻചെള്ള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. എന്നാണ് ഇക്ക ക്യാമറ ജീവിതത്തിലേക്ക് വരുന്നത്? ആദ്യം ക്യാമറയാണോ വരുന്നത്? ഇല്ല, ആദ്യം കാടിനോടുള്ള ഇഷ്ടമാണ്. ഇപ്പോഴും ക്യാമറ ഇല്ലാതെ ഇപ്പം ഇനിയിപ്പോൾ അടുത്ത മാസം ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി, പരീക്ഷണം വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ക്യാമറ ഇല്ലാതെ കുറച്ച് ദിവസം മാറി കാട്ടിലോട്ടൊക്കെ നിൽക്കാന്നുള്ളൊരു പരിപാടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇപ്പോൾ അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു 10-25 വർഷം ക്യാമറ ഇല്ലാതെ കാട്ടിൽ യാത്ര ചെയ്തതിന് ശേഷമാണ് ക്യാമറ വാങ്ങിയത്. കൂട്ടുകാരെ ക്യാമറ വാങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷമാണ് പിന്നെ പുറത്ത് പോയി ജോലി ചെയ്ത് സ്വന്തമായിട്ട് ക്യാമറയൊക്കെ വാങ്ങിയത്. ഭയങ്കര എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് ആയിരങ്ങൾ വേണ്ടി വരില്ലേ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോസ് എടുക്കുന്ന ലെൻസുകൾക്കും? നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. ആദ്യം ഒക്കെ നമ്മൾ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് പോയിട്ട് എടുക്കും. ചെറിയ ലെൻസ് വെച്ചിട്ട്
അങ്ങനെ ഭയങ്കര അപ്പൊ അതെല്ലാം ക്ലോസപ്പ് കിട്ടുള്ളൂ. അല്ല അപ്പൊ ധൈര്യം എങ്ങനെ കിട്ടുമെന്നാണ് എന്റെ സംശയം. ധൈര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലായിടത്തും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെ പേടിക്കേണ്ട എന്ത് കാര്യം? ഇഷ്ടപ്പെടുന്നതിനെ നമ്മൾ എല്ലാവർക്കും ദൈവത്തിനെ പേടിയാണെന്ന് പറയാം. എനിക്ക് ചിരി വരും അത് കേൾക്കുമ്പോ. എന്തിനു പേടിക്കണ? നമ്മൾ ഇഷ്ടപ്പെട്ട ദൈവത്തിന് ഇഷ്ടമല്ല, പിന്നെ എന്തിനു പേടിക്കണ? എന്തിന്? പിന്നെ ചില ആൾക്കാർ കള്ളത്തരം കാണിക്കുമ്പോൾ ആ പേടി, അത് ദൈവത്തിനല്ല, മനസ്സിൽ ആ പേടി ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പം എനിക്കതങ്ങനെ പേടി തോന്നിയിട്ടില്ല. എല്ലാ ജീവികളുടെയും ഏതാണ്ട് ക്ലോസ്. പിന്നെ അത് അവര് ഒരകലം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ പരിചയമില്ല, നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ചെയ്യും. ഞാൻ കുറേ കൂടി അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് മാറിക്കണമെന്ന് പറയും. അപ്പം എല്ലാത്തിനും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം മൃഗങ്ങളും നമ്മൾക്ക് വാണിംഗ് തരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ അടുത്ത് ചെല്ലുമ്പോഴാണ് അപകടം പറ്റുന്നത്. അത് മനസ്സിലായി. അതാണ് ആദ്യം ഫോട്ടോഗ്രാഫി എല്ലാം മനസ്സിലാക്കണ്ടേ, കാടിനെ കുറിച്ച് മനസ്സിലാക്കണം ആദ്യം. ഫോട്ടോഗ്രാഫി ആർക്കും ചെയ്യാലോ ഇപ്പോൾ. പ്രോഗ്രാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുത്ത് ഗംഭീരോ. ഇങ്ങനെ കാടെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇത് നശിച്ചു പോകരുത്. അപ്പോൾ അതിനുള്ള ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ടോഗ്രാഫി, നന്നായിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുക. അപ്പം എന്നോട് പലരും ചോദിക്കും, കാടിൻ്റെ ഇതായിട്ടുള്ള ഈ ദുരന്തം അത്തരം ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിൽ കുറവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല ഇഷ്ടമല്ല. ഒരു പക്ഷിനെ കണ്ട, അല്ലെങ്കിൽ ഒരു കടുവേനെ കണ്ടിട്ട് അതിൻ്റെ ഭംഗി അങ്ങനെ ആ ഒരു ഇഷ്ടമാണ് ഉണ്ടാവണ്ട. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാടിൻ്റെ സൗന്ദര്യത്തിലാണ്. അതൊരു പ്രണയമാണ് കാടായിട്ടുള്ള. ഞാനിതിൽ കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് നടക്കുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാടുണ്ടാവോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്? ഇപ്പൊ സൗന്ദര്യത്തിന്റെ കാര്യം ചോദിച്ചോണ്ട് അത് പറമ്പിക്കുളം തുടങ്ങി മൂന്നാർ വരെയുള്ള സ്ട്രെച്ച് കാട്, അത് ഷോളയാറൊക്കെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഷോളയാർ. ഇവിടെ ട്രൈബ്സ് ഉണ്ട്, ആദിവാസികളുണ്ട്. അപ്പോൾ അവരുടെ കൂടെയും പിന്നെ പറമ്പിക്കുളത്താണെങ്കിൽ ഒരുപാട് വർഷം ക്യാമറ ഒന്നുമില്ല. നമ്മുടെ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കിടക്കുന്ന ആ വഴിയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ നടന്നത്. അന്ന് ബസ് ഒക്കെ അപൂർവമാണ്. ആദ്യം ആ വഴിക്ക് ഒരു യാത്ര ഓർമ്മ എന്തായിരിക്കും? അതുണ്ട്. അതെനിക്ക് തോന്നുന്നത് SSLC കഴിഞ്ഞിട്ട്. അതാണ് ഫസ്റ്റ് യാത്ര. ആ വഴി എൻ്റെ ഒരു ഫ്രണ്ട് ജോഷി എന്ന് പറഞ്ഞാൽ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അവൻ്റെ ഇത് അച്ഛൻ അവിടെ മുഡീസിൽ വാച്ച് റിപ്പയറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല പരിചയം അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ യാത്ര അത് ഭയങ്കര അത്ഭുതമായിരുന്നു. വണ്ടി ഇങ്ങനെ ഒരു ഗുഹയിൽ കൂടെ പോകുന്ന പോലെ ഷോളയാർ ഇങ്ങനെ നന്നായി ഭയങ്കരമായിട്ട് കവർ ചെയ്തിട്ട് ഇന്നതൊന്നും ഇതൊക്കെ പോയി. അങ്ങനെ വെക്കേഷനാണ്. ഒരു 2 മാസമായിട്ട് അവിടെ നിന്നൂടെ. ഷോളയാർ, വാൽപ്പാറ ആ ഭാഗമായിട്ട് ഇറങ്ങി. അത് വലിയൊരു മാറ്റം ഉണ്ടായതാണ്. ഈ വീട്ടുകാർക്ക് ആ സമയത്തൊക്കെ വലിയ പേടിയുണ്ടാവില്ലേ? പക്ഷേ അമ്മ ടീച്ചറാണ്. പക്ഷെ നന്നായിട്ട് യാത്ര ചെയ്യും. അവർ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇതിലും ഒക്കെ. അപ്പം ഞാൻ പതുക്കെ മാറും, എന്നിട്ട് ആ പൈസ മേടിച്ചിട്ട് ഈ റൂട്ടിൽ പോകും. അങ്ങനെയായിരുന്നു. പിന്നെ അവർക്കും ഭയങ്കര വിശ്വാസമാണ് നമ്മൾ തിരിച്ചു വരും, പിന്നെ മോശമായിട്ടുള്ള രീതിയിലൊന്നും പോകില്ലെന്നുള്ള നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരൊക്കെ ഒരുപാടുണ്ട് എഴുത്തുകാർ. അയ്യോ, കാടല്ലാത്ത എൻ്റെ ആദ്യത്തെ പുസ്തകം കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ സമർപ്പിച്ചാണ്. ഇവിടുത്തെ പരിസ്ഥിതി ആൾക്കാർക്കൊന്നുമല്ല, മഹാകവി P. കുഞ്ഞിരാമൻ നായർക്കും A. അയ്യപ്പനുമാണ്. അപ്പോൾ കവിതയുടെ അതുപോലെ അതാണ്. പിന്നെ ഇക്ക പറഞ്ഞ 2 പേരും, അതായത് ഇത് കവി ഇത് വട്ടായിട്ട് നടക്കുന്ന പോലത്തെ, അതായത് ഒരു ലെവലില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതാണ്. അപ്പോൾ ആൾക്കാർ വിചാരിച്ച് നമ്മളങ്ങനെ എഴുതുമ്പോൾ ഇന്ന ആൾക്കാർക്ക് ഇവിടുത്തെ പരിസ്ഥിതി അതിൽ ഇല്ല. അപ്പോൾ അത് പിന്നെ നമ്മളെ വായനയും അങ്ങനെയായിരുന്നു. കൂടാതെ ഡേവിഡ് ഹെൻറി തോറോ, വാൾഡൻ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രീമും അതാണ്, അവിടെ പോകണം എന്നുള്ള, അമേരിക്കയിൽ ആ സ്ഥലത്ത് പോയി കാണണം എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിനെയൊക്കെ സ്വാധീനിച്ച വ്യക്തിയാണത്. തപോവന സ്വാമികളുടെ ഹിമേരി വിഹാരം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് തപോവനത്തിൽ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ അത് വായിച്ചിട്ട് അങ്ങനെ അത് സഞ്ചാര എസ്കേപ്പറ്റക്കാട് ഇവരൊക്കെ സഞ്ചാര ഇതായിട്ടുള്ള എഴുത്ത്. അല്ലാതെ സാഹിത്യകാരന്മാർ ഒരുപാട് ഈ മറ്റേ യമൂന്നനെ വായിച്ചിട്ടാണ് ഡൽഹിക്ക് പോയത്. ഡൽഹിയൊക്കെ വായിച്ചിട്ട് പിന്നെ അത് മാർഷൽ ആർട്സ് ഡെവലപ്പ്. പക്ഷെ അവിടെ നമ്മൾ ഇത് ചെയ്തില്ല, അവിടെ അലഞ്ഞ് തിരിഞ്ഞ് കിടന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, കുറേ യാത്രകൾ ചെയ്തിട്ട്. പക്ഷെ എന്നാലും നമ്മൾക്ക് ഒരു ലക്ഷ്യം എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ള. സ്ലോ ആയാലും എൻ്റെ എല്ലാ ലൈഫിലെ എല്ലാ കാര്യവും അങ്ങനെയാണ്. കുറച്ച് സ്ലോ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വരും, അവർ ഒഴിഞ്ഞു പോകും, പിന്നെ ആൾക്കാർ വരും, ഒഴിഞ്ഞു, നമ്മൾ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ
കാട് നമ്മുടെ പുറകിലുണ്ട് എന്നുള്ളൊരു ഭയങ്കര വിഷയം. എൻ്റെ ആയോധനകൾ, എൻ്റെ ഗുരുക്കന്മാരൊക്കെ എൻ്റെ പുറകിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിക്കലും മായം കലർത്തിയിട്ടില്ല ഇത് രണ്ടിലും. ഞാൻ സാധാരണ മനുഷ്യൻ തന്നെ. അതിലിങ്ങനെ ഒരു ചെറിയ വഴിയൊന്ന് തിരിച്ചങ്ങോട്ട് പോയിരുന്നു. നമ്മൾ അതെല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഈ ഫീൽഡിൽ നിങ്ങളുടെ വഴി ഇതാണ്, അതാണ് എൻ്റെ അതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടെത്തണം. നമ്മുടെ വഴി വേറിട്ട വഴിയായിരിക്കും. വേറിട്ട് അങ്ങനെ എല്ലാവർക്കും ഉണ്ട്, സ്പേസ് ഉണ്ട്, അതിൽ പോകണം. പോവാതെ അവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ്, അത് കണ്ടെത്തണം നമ്മൾ. അപ്പം നമ്മൾ അതിൽ ഈ നേരത്തെ പറഞ്ഞ പല ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾക്ക് അങ്ങനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളതിൽ താല്പര്യമായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നില്ല. പലപ്പോഴും പല വ്യക്തികളായിരിക്കും കേട്ടോ അധികം തന്നെ, അല്ലെങ്കിൽ കാർഡ് ഇതൊന്നുമില്ല. അപ്പോൾ കാർഡ് ഒരേ സീനല്ലേ തരും. ഇപ്പം അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ അടുത്ത ഇത് കാട്ടിപ്പോകാൻ പോകുന്നത്. എന്തെങ്കിലും അതിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ പറ്റും? അത് ഇതൊന്നും ക്യാമറ ഒന്നും എടുക്കില്ല. ക്യാമറ ഒന്നും എടുക്കാതെ നമ്മൾ പോയി തിരിച്ചു വരണം. അങ്ങനെ ഏത് നാട്ടിലേക്കാണ്, അല്ലെങ്കിൽ ഏത് അത് കാർഡ് ഏതാണെന്നുള്ള തീരുമാനിച്ചില്ല. അത് ആ സമയത്ത് മൈൻഡിൽ വരും. ഇന്ന കാർഡ്, അത് കാർഡിൻ്റെ ഒരു വിളിയാണ്. ആ സമയത്തായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ കൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു കോട്ടയത്ത് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിനോദ് പുത്തമ്പുരക്കൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഷ ഇവിടെ ഒരു കാർഡുണ്ട്, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോറസ്റ്റുകാരോട് അനുവാദിച്ച് നമ്മൾ കയറി. അത് ആൾക്കാർ കയ്യേറിയൊക്കെ നേരത്തെ ഇതായിട്ടുള്ള അതിലിങ്ങനെ ചില കാർഡിലെ നെഗറ്റീവ് എനർജി ഇങ്ങനെയൊക്കെ. അപ്പം എന്നോട് പലരും ചോദിച്ചത് ഇങ്ങനെ ഉണ്ട്. ചില പ്രദേശങ്ങൾ അങ്ങനെയുണ്ട്. അത് നേച്ചർ ഉണ്ടാക്കുന്നതാണ്. അവിടെ നല്ല കാറ്റ് വരാത്ത, ചിലപ്പോൾ അവിടുത്തെ മരങ്ങളിൽ ചില വിഷാംശം കൂടുതലുണ്ടാവും. അല്ലാതെ മറ്റുള്ള അന്ധവിശ്വാസമൊന്നും നമ്മളെ ഇന്ന് ഇത്രയും വർഷം 48 വർഷം കാട്ടിപ്പോയിട്ട് അങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ പറയുന്ന തര ഇതുണ്ടല്ല, അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വെച്ചാണ്. അപ്പം ഞാൻ അങ്ങനത്തെ വിശ്വാസമായിട്ട് പോയാൽ അങ്ങനത്തെ കാണാൻ പറ്റുമായിരിക്കും. അവൻ്റെ ഉള്ളിൽ ഭയമില്ല, നമ്മൾക്ക് അങ്ങനെ വിശ്വാസമില്ല. അപ്പം പിന്നെ അത് ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മളങ്ങനെ ഒരു കാട്ടിപ്പോയിട്ട് കുറച്ച് ഇങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോഗ്രാഫ്സ്, ഞാൻ ഫോട്ടോ എടുത്തറില്ല, ക്യാമറ എടുത്തല്ല. ഈ നമ്മളുടെ ഇത് ഫോണിൽ ഇപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫറാണല്ലോ. കാരണം ഇത് ഫോണുള്ളതിൻ്റെ പേരിൽ വാളെടുത്തവനൊക്കെ വിളിച്ചപ്പാടെന്ന് പറഞ്ഞ കേസ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ് ഇതിൽ. അപ്പോൾ എപ്പോഴെങ്കിൽ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫറാണ്. കേരളത്തിൽ ആരാ ഫോട്ടോഗ്രാഫർ അല്ലാത്തത്? അപ്പോൾ ഇതായിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് നടക്കുന്ന ഇതൊക്കെ റീൽസിനൊക്കെ ആയിട്ട്. പിന്നെ ഒരു വലിയൊരു മരം കണ്ടപ്പോൾ അവിടെ നിന്ന് ഞാൻ. എന്നിട്ട് പിന്നെ അതിനിങ്ങനെ അതിപ്പോൾ അടുത്ത ദിവസം ഞാൻ എൻ്റെ പേര് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്ക്. ആ മരത്തിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ. അന്നേരത്തൊക്കെ ചില കാട്ടിൽ പോയി കഴിഞ്ഞാൽ ചില മരങ്ങൾ വിളിക്കുന്ന പോലെ അവിടെ അതിൻ്റെ അടുത്തോട്ട് ചെല്ലും നമ്മൾ. ഇപ്പോൾ മസ്റ്റുഡിയിലുണ്ട്, അങ്ങനെ തേക്കടിയിൽ അങ്ങനെയുണ്ട്, പറമ്പിക്കുളത്തുണ്ട്, മറ്റേ ഒരു കൊമ്പനിൽ ഒരു ആൽമരമുണ്ട്, അങ്ങനെ കുറേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലും, അതിൻ്റെ അടുത്ത് ചെല്ലും കുറേ സമയം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. ആ മരത്തിലിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത്തരം പ്രാക്ടീസ് ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു, ഹീലിംഗ് മെത്തേഡുകളൊക്കെ. അത് തായ്ച്ചി പിന്നെ കരാട്ടെ എന്നൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരം ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഒരു ജീവിയുടെ ഫോട്ടോ എടുക്കാനല്ല പ്രാധാന്യം, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് കുറേ. കാരണം ഇഷ്ടംമാതിരി എടുത്തു കഴിഞ്ഞ് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇനി വേറെ സ്ഥലങ്ങളിൽ പോകണം, പോകാത്ത സ്ഥലങ്ങളുണ്ട്, എടുക്കാത്ത പക്ഷികളും ഇതൊക്കെ ഉണ്ട് വേറെ രാജ്യങ്ങളിലും. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ട്. അല്ലാതെ ബാക്കി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. കാടിനെ കുറിച്ച്, കാടിൻ്റെ അതൊരു സ്പിരിച്വലാണ്. കാടിൻ്റെ ഒരു സ്പിരിച്വൽ വശമാണ്. അപ്പോൾ അതൊന്ന് അറിയണം എന്നുള്ളതാണ്. അതാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം ഞാൻ പണ്ട് എഴുതിയിരുന്ന, നമ്മൾ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്ന, ഒരു മോസ്കിലോട്ടോ ഒരു പള്ളിയിലോട്ടോ പോകുന്ന പോലെ റെസ്പെക്റ്റോടുകൂടിയാണ് കാട്ടിലോട്ട് പ്രവേശിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ 10-15 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് അതിലോട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ആ പൊരുൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ. മനസ്സിലായി. ഇപ്പം നമ്മൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കാടിനെ കുറിച്ച് തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ തിരിച്ച് ഇക്കടെ ഇപ്പോൾ ഇക്ക പറഞ്ഞു എൻ്റെ പുറകിൽ എൻ്റെ കാടുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ ഇക്ക എപ്പോഴും പറയുന്ന മറ്റൊരാളാണ് ഇക്കടെ മാർഷൽ ആർട്സ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇക്ക എന്നാണ്, ഏത് വയസ്സ് മുതലാണ് മാർഷൽ ആർട്സിലേക്ക് വരുന്നത്? അതിന് കാരണം ബ്രൂസ്ലിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇത് 15 വയസ്സോ 16 വയസ്സോ ആ സമയത്താണ് എൻ്റെ ഡ്രാഗൺ വരുന്നത്. ലോകം മുഴുവൻ അത് ഭയങ്കര ഒരു സ്ഫോടനം പോലെയായിരുന്നു ബ്രൂസ്ലിയുടെ. ആകെ 3-3.5 ഫിലിമായിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിരുന്ന ഫൈറ്റിംഗ് രീതിയല്ല. ഞാൻ ഭയങ്കര ഭയന്ന ഒരു മനുഷ്യനായിരുന്നില്ല. നമ്മൾ കണ്ടാണ് തച്ചോളിയോധനൻ, അങ്ങനെ ഉണ്ണിയാർച്ച, അങ്ങനെ ഒരുപാട് ആ വടക്കൻ പാട്ടിൽ ഇതാണ്.
ആ ഫൈറ്റും വാളും ഇതൊക്കെ ആയിട്ട് ഇതുള്ള. പക്ഷെ ഇത് നമ്മൾ ആകെ ഒരു മനുഷ്യന് ഇത്ര സ്പീഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അമ്പരപ്പിച്ച് കളഞ്ഞു. അമ്പരപ്പിച്ച് കളഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് മാതൃഭൂമിയുടെ മനോരമയുടെ ഒക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ഏതോ ബാങ്കിന്റെ പരസ്യം ബ്രൂസിലിയായിരുന്നു. ഓ, അതാ ഇങ്ങനെ മുടിയൊക്കെ വേറെ നമ്മളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ആ വേഷത്തിൽ ആ രൂപത്തിലാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ. ഇന്ന് നമ്മുടെ ഹീറോ ബ്രൂസിലി തന്നെയുണ്ട് ഇന്നും. കാരണം ഫൈറ്റ് വേറെ ആരും ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ബ്രൂസിലിയുടെ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ ആ വ്യത്യാസം അറിയാൻ പറ്റും. അത് ഫാസ്റ്റ്. അപ്പോൾ അതാണ് നമ്മളിൽ മാറ്റം വരുത്തിയത്. എന്നിട്ട് ആദ്യം കരാട്ടേക്ക് പോയി ചേർന്ന്, പക്ഷേ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് തിരിച്ചു പോന്ന്. പിന്നെ വേറെ സ്ഥലത്ത് ചെന്ന് അങ്ങനെ പല സ്ഥലത്ത് നിന്നിട്ട് പിന്നെ മോസസ് തിലക് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. മൂപ്പരാണ് ഇവിടെ വന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ശശി സെൻസായി അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുറേ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഇത് 2018 വെള്ളം അപ്പോൾ അതിനു മുമ്പേ തന്നെ ഒരു 10 വർഷം മുമ്പ് മോസസ് തിലക് എന്ന് പറഞ്ഞ മാസ്റ്റർ മരിച്ച്. പിന്നെ നമ്മൾ സെൽഫായിട്ട് പ്രാക്ടീസ്. അപ്പോൾ ഈ ഹീലിംഗ് ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. തായ്ച്ചി, അങ്ങനത്തെ ചീക്കോങ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരാളുടെ അടുത്ത് എനിക്കൊരു മാസ്റ്റർ വേണം. അപ്പോൾ ഞാൻ മാസ്റ്റർ ആവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതാണ് നിങ്ങൾ മാസ്റ്റർ നമ്പർ എന്നെ വിളിക്കരുത്, ഞാൻ ഗുരുവല്ല. ചില ആൾക്കാർ വന്ന് കാലൊക്കെ തൊടാൻ അത് എനിക്ക് അപ്പം ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കാലും കൊണ്ട് ഒരൊറ്റ കിക്ക് കൊണ്ടാ ലോകത്തിൽ ഒരു ഹോസ്പിറ്റലിൽ എടുക്കൂലാട്ടെന്ന്. കാലൊന്നും ഞാൻ സാധാരണ മനുഷ്യനാണ്. അപ്പം ചില ആൾക്കാർ ഈ അമിതമായിട്ടുള്ള ആരാധന കൊണ്ടേ. അപ്പോൾ അത് ഞാൻ എപ്പോഴും സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ഗുരു എന്ന് പറഞ്ഞാൽ ഉത്തരം. എനിക്ക് ഒരു ഉത്തരവില്ല, ആർക്കും കൊടുക്കാൻ ഒരു ഉത്തരവൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ എസ് രത്തിനം ഹാൻഷി എന്ന് പറഞ്ഞാൽ, അത് ഗ്രാൻഡ് മാസ്റ്റർ ചെന്നൈയിലുള്ള. ഇപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കുബുഡോ എന്ന് പറഞ്ഞ വെപ്പൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഷോറിൻ റിയു കരാട്ടയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്കിനാവയിൽ നിന്നാണ് വന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാൻ കാടിനോട് എങ്ങനെ ഭ്രാന്ത് അതുപോലെ ഭ്രാന്താണ്. ഇപ്പോൾ 78 വയസ്സുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്ന് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഞാൻ ചിന്തിക്കാൻ ഇപ്പോൾ എന്നെ ഫോൺ ചെയ്യും. അങ്ങനെയാണ് അത്ര കാര്യമാണ് എന്നോട്. ഇక നമ്മൾ തിരിച്ച് കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാട്ടില് ഒരുപാട് മനുഷ്യരോട് സംസാരിച്ചിട്ടുള്ള കാടിൻ്റെ മക്കളോട് വളരെയധികം ആത്മബന്ധമുള്ള ഒരാളാണ് ഇക്ക. അവിടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിനെ തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച കുറേ മനുഷ്യരുണ്ടാവില്ലേ? ആദിവാസികളുടെ അല്ല, അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നൊരു മുഖം കുമാരൻ എന്നും പറഞ്ഞാണ്. എൻ്റെ പുസ്തകത്തിലേക്ക് മാധുവിലൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. കുമാരൻ്റെ കൂടെ നിന്ന് ഈ മഴക്കാടിനെ കുറിച്ച് പഠിച്ച്. ആദിവാസിയാണ്, ക്യാമറ ഒന്നുമില്ല. ഞാനും ഏതാണ്ട് ആ സമയത്ത് മുതുവാനാണ്. അപ്പം ഞാനും ഏതാണ്ട് ആ സമയത്ത് ആ രീതിയിൽ തന്നെ ഇറങ്ങി. ഒരു കാവി മുണ്ട് പോലത്തെ മുണ്ട്, ഒരു കാക്കി ഷർട്ട്, ചെരുപ്പൊന്നും ഇടില്ല. അപ്പോൾ അവർ തലയിലൊരു കെട്ടുണ്ട്, അവർക്ക് മുടി വെച്ചിട്ട് ഇങ്ങനെ കെട്ടും. അപ്പോൾ മൂപ്പരുടെ കൂടെ തന്നെ നടക്കും, തേനെടുക്കാനും ഇതൊക്കെ ആയിട്ട്. അന്ന് ഫോണൊന്നുമില്ല. കുറേ മറ്റേ 15 പൈസയുടെ പോസ്റ്റൽ കാർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലും കൂട്ടുകാർക്ക് വീട്ടിൽ എഴുതിയിട്ട് ഇവരുടെ അടുത്ത് കൊടുത്തു വിടുമ്പോൾ ഇത് മലക്കപ്പാറയിൽ പോകുമ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ വീട്ടിലെത്തും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടന്ന് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇത് ചെയ്തതിന് കാടിൻ്റെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നേക്കുന്നതൊക്കെ. അവരുടെ കൂടെ തന്നെ അവരുടെ ഭാഷയെ അറിയാം, അങ്ങനെ തന്നെ ജീവിച്ചാണ്. പാറപ്പുറത്ത് കിടന്നു അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഉള്ളത് ഒരു മനോഹറുണ്ട്, ഇത് എപ്പോഴും ഉണ്ട്, ടോപ്പ് സെഷനിലുണ്ട് മനോഹർ. അപ്പോൾ ആൾക്കാർ പലപ്പോഴും അതിൻ്റെ ഇടയിലുള്ളൊരു ഇതാണ് ചോദിക്കുകയും, പോയ സ്ഥലത്ത് തന്നെ പിന്നെ പോകണം. എന്താണ് പോയ സ്ഥലത്ത് നമ്മൾ കണ്ടതല്ല പിന്നെ കാണുന്നത്. അതാണ് എല്ലാവർക്കും എന്താ വെച്ചാൽ ടിക്ക് ചെയ്ത് പോവുകയാണ് നമ്മൾ. മൂന്നാർ ടിക്ക് കഴിഞ്ഞ തവണ പോലെ, പറമ്പിക്കുളം ടിക്ക് ചെയ്ത്, നീലഗിരി ടിക്ക് ചെയ്ത്. പോയ സ്ഥലത്ത് പോവില്ല, നമ്മളെപ്പോഴും പുതിയ സ്ഥലം കണ്ടെത്തുകയാണ്. നമ്മൾ പോയ സ്ഥലത്തേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എത്രായിരം തവണ പറമ്പിക്കുളം പോയി എന്ന് പറയുന്നത്, എത്രായിരം തവണ ഷോളയാർ പോയി എന്ന് പറയുന്നത്, മൂന്നാർ പോയി എന്ന് പറയുന്നത്. അവിടെ ഒരു തവണ പോകുമ്പോൾ പുതിയ മൂന്നാറാ കാണുന്നത് നമ്മൾ. ടൗണല്ല, ടൗണിൽ നിന്ന് വിട്ടിട്ടുള്ളൂ. ടൗണും പുതിയതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മനോഹറിൻ്റെ കൂടെ ഒരുപാട് അവിടെ പാമാൻഷോല, കൊടൈക്കനാലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ഞാൻ കാനന പാതകളിലൂടെ നമ്മൾ മൂന്നാർ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ പുതിയ പുസ്തകം ഇറങ്ങിയാണ്, മാതൃഭൂമിയിൽ കേൾക്കുന്നതാണ്. ഈ കൊടൈക്കനാലിലോട്ട് പിന്നെ ഒറ്റക്കൊക്കെ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ മനോഹർ എന്നെ വളരെ ഇത് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും കാട്ടിൽ കയറി ആദ്യമായിട്ട് കാട് കാണുന്ന പോലെയാണ്, അത്ര ഇതാണ്. അതുപോലെ
ഒരു വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, തോമസ് നെൽസൺ എന്നും പറഞ്ഞ് പറമ്പിക്കുളത്ത്. അദ്ദേഹം എന്നെ ഈ ഫോട്ടോഗ്രാഫിയിലോട്ടൊക്കെ തിരിച്ചും പിന്നെ ഈ കാടിനെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്ന അദ്ദേഹമാണ്, നെൽസൺ സാറാണ്. ഇപ്പോൾ റിട്ടയർഡായി. ഗംഭീര ഒരു പുല്ല് പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10,000 പേര് പറയും. അത്ര നോളജാണ്, അത്ര ഇതായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ മാർക്ക് ദാവിദാർ മസനഗുഡിയിൽ ഉണ്ടായിരുന്ന ആനകളുടെ തോഴെന്നും പറഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹം ആ കാട്ടിൽ ആരും ഇറക്കില്ല, നട വിട്ടിറക്കില്ല. കാരണം ആന അങ്ങനെ വന്ന് നിൽക്കും, ഫെൻസൊന്നുമില്ല, കരടി, ആന, ടൈഗർ എല്ലാം ഉണ്ട്. അപ്പോൾ ആകെ കാട്ടിലോട്ട് വിടുന്നത് എന്നെ പിന്നെ എൻ്റെ കൂടെ വരുന്നൊരു ജലീലുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുറ്റി കറങ്ങിനും മൂപ്പരും നമ്മൾ വളരെയധികം അങ്ങനെ കുറച്ച് പേര് ഇതായിട്ടുള്ളൂ. നമ്മളിപ്പോഴേ ഇപ്പം മലക്കപ്പാറ എന്ന് പറഞ്ഞു, അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറുന്ന നമ്മുടെ ഷോളയാർ ക്രോസ് ചെയ്ത് കയറുന്ന എത്തിയല്ലോ. അപ്പൊ നമ്മൾ ഈ അതിരപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന റൂട്ട് ഉണ്ടല്ലോ, ഇതൊക്കെ എപ്പോഴും നമ്മൾ ആനകളെ കാണുന്ന റൂട്ടാണ്. അത് ലൈവായിട്ട് ആനപ്പിണ്ടം കാണുന്ന റൂട്ടുകളാണ്. അപ്പോൾ ഈ ഒരിക്കൽ പോലും ഒരു വന്യജീവിയും പേടിപ്പിച്ചിട്ടില്ല ഇക്കാനെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഇല്ല. എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത്? അത് എങ്ങനെയൊന്നും ഇനിയിപ്പോൾ നാളെ പേടിപ്പിക്കുകയാണെങ്കിൽ അത് എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും ഇതൊക്കെ അങ്ങനെ ഇന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മനുഷ്യനാണ്, അതിന് നമ്മൾ മാർഷ്യൽ ആർട്സിന് ഈസിയാണ്. ഇക്ക പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എനിക്ക് മൃഗങ്ങളെ പേടിയില്ല, മനുഷ്യരെ പേടി. സത്യം അതാണ്, മനുഷ്യരെ പേടിക്കണം. കാരണം വിശ്വസിക്കാൻ പറ്റും. ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കും, നമ്മൾ ഇത്രയും പേരിൽ നമ്മൾ എല്ലാവരും ഭയങ്കര, ഇപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോഴും മൃഗങ്ങളുടെ ഒരേ സ്വഭാവമാണ് അവർക്ക്. നമുക്ക് സിഗ്നൽസ് തരും. അതായത് എനിക്ക് പിന്നെ മൃഗങ്ങൾക്കും ദേഷ്യം വരുന്നതും അതൊക്കെ നമുക്കറിയാൻ പറ്റും. അത് കുറേ കാലം കാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാടല്ല, കുറച്ച്. ഒരിക്കലും കാടിലെ ജീവജാലങ്ങളെ പഠിച്ചു തീർക്കാൻ പറ്റൂല. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആനയെ ഭയമുള്ളവർക്ക് എങ്ങനെ ആനയെക്കുറിച്ച് ഗവേഷണം നടത്താൻ പറ്റും? എൻ്റെ ചോദ്യം അതാണ്. ഒറ്റക്ക് കാട്ടിൽ നടക്കാൻ ഭയമുള്ളവർക്ക് എങ്ങനെ കാടിനെ കുറിച്ച് പഠിക്കാൻ പറ്റും? ഒറ്റക്ക് പോയി പഠിക്കണം, അപ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. ധൈര്യമാണ് പ്രശ്നം. അപ്പോൾ ധൈര്യം, ഇഷ്ടം വേണം. അപ്പം ധൈര്യം വരും. അതിനോട് ഇഷ്ടം വേണം. ഇത് അകൽച്ചല്ലേ. നമ്മൾ തമ്മിൽ ഇങ്ങനെ അകന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റില്ല ഒരിക്കലും. അതുപോലെയാണ് കാടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളെ ഭയന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ അറിയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ നമ്മളിപ്പോൾ കാടിൻ്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ലൈഫ് സ്റ്റൈൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അതവിടെ നിന്നിട്ട് നമ്മൾ നാട്ടിലുള്ള മനുഷ്യരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പോലെയോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെയുള്ളവരെ പോലെയോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. ഇക്ക എപ്പോഴും ഹീലിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. എന്തെങ്കിലും ടിപ്പ് ഇക്കാലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും? അതായത് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാനും, ഇപ്പോൾ ഒരുപാട് ഓഫീസിലെ വർക്ക് പ്രശ്നം ഉണ്ടാവും, ലൈഫിലെ പ്രശ്നങ്ങളുണ്ടാവും, അതിൽ നിന്നൊക്കെ അതൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പം ഇക്ക പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ സമാധാനമായിട്ടിരിക്കാനായിട്ട് എങ്ങനെയായിരിക്കും സാധിക്കുക എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ? അത് ചെറിയ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ഉണ്ട്, പിന്നെ മെഡിറ്റേഷൻ. അത് ആ രീതിയിലുള്ള കുറച്ച് മെഡിറ്റേഷൻ ഉണ്ട്. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ഹീലിംഗ് മെത്തേഡുകൾ തന്നെ. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. പിന്നെ ഈ പറഞ്ഞ കേസ് നമ്മൾ വെട്ടിപ്പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അതാണ് പ്രശ്നം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ആവാറുണ്ട്. എനിക്ക് കുറേ വലിയ സാമ്പത്തിക ഇതിലോട്ട് പോകാറുണ്ട്. പക്ഷെ ഞാൻ പക്ഷേ എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ഇത് വേണ്ടേ, ഹാപ്പിനെസ് വേണ്ടേ. നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പിയിലാണ്. ഞാൻ എല്ലാ സമയത്തും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്ന ഇതാണ്. അതിനെ ചിലത് മാറ്റി വെക്കാനും പറ്റും. ഒന്നും വേണ്ട. ഇവിടെ നമ്മുടെ ചാവറ കൾച്ചർ സെൻ്ററിൽ എനിക്ക് കരാട്ടെ ഇതുണ്ട്. നമ്മുടെ പ്രാക്ടീസിൻ്റെ മാസ്റ്റർ വന്നിട്ട് ടെസ്റ്റ് എടുത്തിരുന്നു. 19 പിള്ളേരുണ്ട്. ടെസ്റ്റ് എടുക്കുമ്പോൾ എൻ്റെ മൂത്ത സിസ്റ്റർ 3 വർഷമായിട്ട് ബെഡിലാണ്, ബ്രെയിൻ ചുരുങ്ങുന്നതിൻ്റെ. ഏത് നിമിഷമൊന്നും ശ്രമിക്കാം. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കുറേ കോൾ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സിസ്റ്റർ മരിച്ച്. പക്ഷെ അപ്പം ഞാൻ ഇത് ചെയ്തിട്ടില്ല, ഞാൻ നിർത്തിയിട്ട് ഞാനിത് ക്ലാസ് ഇങ്ങനെ ഇത് കാരണം ടെസ്റ്റ് എന്നെ വിശ്വസിച്ച് അത്രയും ആൾക്കാർ വന്നേക്കാണ്. എൻ്റെ മാസ്റ്റർ അവിടെ നിന്ന് വന്ന് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞു, എൻ്റെ വൈഫും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ ഇങ്ങനെ നോക്കിയിട്ട് നീ എന്തൊരു മനുഷ്യൻ എന്ന് ചോദിച്ചാൽ എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അവിടെ ഓടിച്ചെന്നാൽ ഇത്ര ആൾക്കാരുടെ ഇത് ചെതറി ഒരാൾ പോയി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല അതെൻ്റെ മാർഷ്യൽ ആർട്സിൻ്റെ ഇതാണ് കേട്ടോ. അങ്ങനെ അതിനെ റിക്കവർ ചെയ്ത് പോകാമെന്ന് വെച്ചാൽ അത് ഭയങ്കര അത്ഭുതമായിട്ട് പിന്നെ പലരോടും പറയുന്നുണ്ടായിരുന്നു. മാസ്റ്ററും പല ആൾക്കാരും പറഞ്ഞു അത് അതിൻ്റെ ഗുണമാണ്.
അല്ല ഒരാളെ തല്ലല ഇടിക്കലൊന്നുമില്ല. എന്തിന് ഈ കാലത്ത് 40 ഞാൻ 48 വർഷമായി മാർഷ്യൽ ആർട്സിൽ. എന്തിനും ആൾക്കാരെ തല്ലാണെങ്കിൽ വല്ല തോക്ക എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു വലിയ കമ്പി വെച്ചിട്ട് പതുങ്ങിയിരിക്കാവും പോകുമ്പോൾ ഒറ്റയടി. അത്രേ ഉള്ളൂ. ഇത്രയും വർഷവും പൈസയും ടൈമും ഒക്കെ വേസ്റ്റ് ചെയ്യണം. അതൊരു ആ മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞാൽ കലയാണത്. അത് വേറൊരു പിന്നെ അത് നമ്മളൊരു ജീവനാണ്. നമ്മളുടെ ശ്വാസം പോലെയാണ് കാടും ഇതും രണ്ടും ഇടയും പിങ്കളയും എന്ന് പറയുക യോഗയിൽ. അപ്പോൾ ഒന്നീ കൂടെ മാർഷ്യൽ ആർട്സ് വരുന്നു, ഒന്നീ കൂടെ കാട് കയറുന്നു. ഇത് രണ്ടും കൂടി കലർന്നിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ സംസാരിപ്പിക്കുന്ന ഇവരൊക്കെ ഈ രണ്ട് കൂട്ടര് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് ഇക്ക പറഞ്ഞത് നമ്മൾ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റികൾ ചെയ്യുക, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മാർഷ്യൽ ആർട്സ് പരിശീലിക്കുന്നത് ഉത്തമമാണ്. അതല്ല മെഡിറ്റേഷൻ പ്രധാനപ്പെട്ട എന്നുള്ള മെഡിറ്റേഷൻ. നമ്മൾക്ക് ആദ്യം എന്തെങ്കിലുമൊക്കെ അറിയാം, പക്ഷേ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല. നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞു എന്തിനും നമ്മളുടെ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അതെടുത്ത് പുറത്തിടുക. അത് നിങ്ങളുടെ വഴിയാണ്. ആ വഴി കൂടെ നിങ്ങൾ ധ്യാനം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അല്ല മെഡിറ്റേഷൻ ഒരു കാര്യം ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല, അവരൊന്ന് പാകപ്പെടുത്താൻ പറ്റുള്ളൂ. ഇക്ക നമ്മൾ തിരിച്ച് കാടിൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ അവരുടെ ജീവിത രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത് ഇക്ക ആദ്യം കാണുന്നതിൽ നിന്നും? ഇതിപ്പോൾ ഞാൻ ഈ മുതുവന്മാരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അന്നൊക്കെ അവർ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചോറ് തന്നെയാണ്, എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കഴിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇടയിൽ എന്തെങ്കിലും ചിലപ്പോൾ വലത്തേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന്. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ബിരിയാണിയും ഷവർമയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഫുഡിൻ്റെ രീതിയൊക്കെ മാറിയല്ല. അന്ന് അങ്ങനെയായിരുന്നു അവർ നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മസില, ഭയങ്കര അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇതൊക്കെ കയറി ഇറങ്ങിയാൽ എല്ലാം സ്ട്രോങ് ആണ് ആൾ, നല്ല എനർജിയും ഉള്ള ആൾക്കാരാണ്. അവരുടെ ഫുഡിലൊന്നും ഒരു വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരവിടെ കൊയ്തെടുക്കുന്ന നെല്ല് അന്ന് തന്നെ അവർ കുത്തി അരി ചോറ് ഉണ്ടാക്കി കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് നേരത്തെ. അങ്ങനെ പിന്നെ ചക്കയൊക്കെ പച്ച ഇതിൽ മറ്റേ ബാമ്പുവിൻ്റെ ഇതിൽ ഇത് ചെയ്തിട്ട് തീയിട്ട് ചുട്ടെടുക്കും. പച്ചച്ചക്കയൊക്കെ, ചക്കക്കുരു അങ്ങനെയൊക്കെ എല്ലാം അങ്ങനെ അവർ അങ്ങനെ കഴിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ ഭയങ്കര മാറ്റം എല്ലാ തരത്തിലും. പിന്നെ അന്ന് മുതുവാന്മാർക്ക് മുടിയുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് കെട്ടുവരും മുടി. ഇന്നൊക്കെ ഇപ്പം നമ്മളെ പോലെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മുതുവാനായി മുടിയൊക്കെ വളർത്തി. അവർ സാധാരണ രീതിയിലായി. പിന്നെ കാടർ എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്, ഒരുപാട് ആദിവാസികളുണ്ട്. അവരൊക്കെ തനതായ അവരുടെ രീതിയിൽ ജീവിച്ചിരുന്നതാണ്. പിന്നെ നമ്മളുടെ ഇടപെടൽ നമ്മളെപ്പോഴും പറയുന്നൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ശരി എന്നാണ്. അതാണ് ഏറ്റവും. ഇപ്പം ഞാൻ ആൻഡമാൻസിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ആദിവാസികളെ കുറിച്ചും ഇതൊക്കെ. അപ്പോൾ 50 കൊല്ലം നിങ്ങൾ അറിയാവുന്നതല്ല. ഞാനിത് കോട്ടയത്ത് ഒരു സ്ഥലത്ത് എൻ്റെ സ്ലൈഡ് ഷോ കാണിച്ചപ്പോൾ ഞാൻ ആദിവാസികളെ തന്നെ ജീവിക്കണം, അവർക്ക് അവിടെ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇനി അവർക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിക്കണം, വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതൊക്കെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി ചെല്ലാൻ പറ്റില്ല കാട്ടിലോട്ട്. അപ്പോൾ അവരിവിടെ ജീവിക്കണം നമ്മളുടെ. പക്ഷേ അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ ആൻഡമാൻസിൽ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ അവരെ വീടിന് ഓർന്നെന്ന് പറഞ്ഞ് സെൻറ്റിനൻറ്റ് ഐലൻഡിലെ ആദിവാസികളാണ് ഇത് ചെയ്യണം. അപ്പോൾ ഒരു പുരോഹിതൻ എന്നോട് ചോദിക്കുകയാണ്, അല്ല നസീറേ, അപ്പോൾ അവർക്ക് പഠിക്കണ്ടേ, ഇതൊക്കെ അറിയണ്ടേ നമ്മൾ? അപ്പം എനിക്ക് ചിരി വന്ന്. ഞാൻ പറഞ്ഞ് അവർ നമ്മളെപ്പോലെ ആവണം. നമ്മളെപ്പോലെ എന്തിനാവണമെന്ന് ചോദിച്ചു. നമ്മളിത്ര വിവരമുണ്ട്, സംസ്കാരം എല്ലാം ഉണ്ട്, എന്നിട്ട് ഒരു കുഞ്ഞു കുട്ടിക്ക് വഴി കൂടെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത്രയും പഠിച്ച നമ്മളെല്ലാം ഇതൊക്കെ ചെയ്യണം. അവരത് ചെയ്യില്ല. അതാണ് പഠിക്കാത്തവർ അതൊന്നും ചെയ്യാറില്ല. പിന്നെ അവർക്ക് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്, അമേരിക്കയുടെ തലസ്ഥാനം ഇന്നാണ്, ഇംഗ്ലണ്ടിൻ്റെ ഇതാണെന്ന് അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു. അവർ സ്വർഗത്തിലാണ് ജീവിക്കണം. അതിന് ഏറ്റവും ഉദാഹരണം പറഞ്ഞ് മതപരിവർത്തനത്തിന് വേണ്ടി ഇതിന് പോയിട്ട് അവർ അമ്പെയ്ത് കൊന്ന് അത് കഴിഞ്ഞ് ഒരു മരത്തിൽ വെച്ച് അയാളെ കടലിലോട്ട് തിരിച്ചാ വെച്ച്. അതായത് ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് കയറരുതെന്ന്. നമ്മളെന്തിനാ അവരെ പോയിട്ട് ഇതിൻ്റെ നമ്മുടെ ഇങ്ങനെയാണ് അവർ സ്വർഗത്തിൽ ജീവിക്കണവര്. നമ്മളാണ് ആകെ കുഴപ്പമുണ്ടാക്കേണ്ടത്. നമ്മളുടെ അവരുടെ ചെരുപ്പിൽ നിന്ന് കാണണം, നമ്മളുടെ ചെരുപ്പിൽ നിന്ന് നമ്മൾ കാണണം. നമ്മൾ ചെയ്യണൊക്കെ ശരിയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും. അപ്പം അവരങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇപ്പം ഗവൺമെൻറ് അവിടെ ആരെയും കയറ്റില്ല, അത് നല്ല ബെസ്റ്റ്. ഒരാളെ അതിൻ്റെ അകത്ത് ആ കാടിൻ്റെ അകത്തോട്ട് കയറ്റയില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അവരെക്കുറിച്ച് എന്തിനു പഠിക്കുന്നു? അവർ ജീവിച്ചോട്ടെ. പഠിച്ചാണ് നമ്മൾ ഇങ്ങനെ ആയത്. ഭൂമി മൊത്തം കുപ്പത്തൊട്ട് ആക്കി. വേറെ ഏതെങ്കിലും ജീവിയുണ്ടോ ഇങ്ങനെ ഭൂമി ഇത്ര നശിപ്പിക്കുന്നത്? ഒരു ജീവിയില്ല. കാട്ടിൽ ഇത്ര വർഷം പോയിട്ട് ഒരൊറ്റ ജീവി പോലും ഭൂമിയെ നശിപ്പിക്കുന്ന ഏക ജീവിനെ കണ്ടിട്ട് മനുഷ്യനാണ്.
ഇതിങ്ങനെ പെറ്റ് വരികയല്ലേ, ഇതിനൊരു കൺട്രോളില്ല. എന്നിട്ട് പന്നി വരികതിനെ കുറിച്ച്, ആന വരികതിനെ കുറിച്ച് നമ്മൾ പറയണം. നമ്മൾ പെരുകി ഭൂമിക്ക് നാശം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം ആരും പറഞ്ഞിട്ടില്ല, ആരും പറയേയില്ല. ഇക്ക ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇക്ക തന്നെ എവിടെയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞല്ലേ മനുഷ്യൻ പെറ്റ് പെരുകുന്നതാണ് പ്രശ്നം. അത് വന്യമൃഗങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതല്ല പ്രശ്നം. നമ്മൾ പെരുകി അങ്ങോട്ട് പോയി അവരുടെ അടുത്തോട്ട് നമ്മൾ ചെന്നു. അവരുടെ സ്ഥലമൊക്കെ ഇതൊക്കെ അവരുടെ സ്ഥലമായിരുന്നു. അവരായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനല്ല പറയുന്നത്, കാളവട്ടി യുദ്ധത്തിലോട്ട് പോകാനല്ല പറയുന്നത്. നമ്മൾ ഈ വേഷം കെട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ യുദ്ധത്തിനെ കുറിച്ച് പറയാനല്ല. ഇത് നമ്മൾക്കൊരു ഒരു ബാലൻസിങ് വേണമായിരുന്നു. അവരെ മൊത്തം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ബോധം നമുക്ക് വേണം. അപ്പോൾ അതിന് കുറേ ഇത് കൺട്രോൾ ചെയ്യണം. ഇക്ക എവിടെയോ എഴുതിയിട്ടുമുണ്ട്, അതിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ആദിവാസികൾ കിടക്കുന്ന ഒരു പായയുടെ കാര്യം പറഞ്ഞു. അതായത് വളരെ ചെറുതാണ്, എന്നിട്ട് ഒരു ബാംബുവിന്റെ ഉള്ളിലാണ്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ ഇത് പുല്ലാങ്കുഴലിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്ന ബാമ്പൊക്കെ ഉണ്ട്. പല സൈസ് ബാമ്പുണ്ട് കാട്ടിൽ. പിന്നെ ഇത് കെണി ഉണ്ടാക്കാൻ, അമ്പും വില്ലുണ്ടാക്കാൻ, അങ്ങനെ കുറേ ഇതുണ്ട്. ഇതിൽ മരത്തിൽ അടിച്ചിട്ട് തേനെടുക്കാൻ കയറി. അത് മുള കട്ട് ചെയ്തിട്ട് അത് ആണിയെന്നാണ് പറയണം. അതെങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ തമ്പകം പോലത്തെ മരത്തിൻ്റെ വലിയ കമ്പെടുത്ത് കട്ട് ചെയ്ത് ഒരു ഗത പോലെ, ഗത അല്ല സ്ക്വയറാണ്, അങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന ഒരു വാക്കത്തിങ് കൊണ്ടാണ്. എന്തൊരു ഫിനിഷാണെന്ന് പറയാം, ഭയങ്കര ഭംഗിയ കാണാൻ. എന്നിട്ട് ഇത് അടിച്ച് രാത്രിയാണ് ഇതിൽ അടിച്ച് ാണ് മേലെ കയറുന്നത്, തേനെടുക്കാൻ വേണ്ടി രാത്രി ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ഇക്ക നമ്മളിപ്പോൾ നമ്മൾ തിരിച്ച് ഇവരുടെ ലൈഫിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ, ഇക്കൊക്കെ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യം ഇപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനും കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള ആ ഒരു രസം. ഞാൻ അവിടെ പോയിരുന്നപ്പോൾ എപ്പോഴും വായന ഉള്ളതിൻ്റെ പേരിൽ പുസ്തകമായിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ ഈ നെല്ലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ചെറിയൊരു തട്ട് പോലെ എറുമാടം പോലെ ഉണ്ടാക്കിയിട്ട് അതിലിരുന്നിട്ട് ഈ മുള ഇങ്ങനെ ഒരുപാട് കീറി ഇങ്ങനെ കുഴിച്ചിടും. എന്നിട്ട് അതിൽ നിന്ന് ചുരൽ അതുപോലെ എന്തെങ്കിലും വള്ളി ഈ തട്ടിലോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പക്ഷികൾ വരുമ്പോൾ ഇത് പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ പടപടാന്ന് പറഞ്ഞ് അടിക്കും. അപ്പോൾ ഇത് പറന്നു പോകും അങ്ങനത്തെ. അപ്പം ഞാൻ അവിടെ പോയി ഇരുന്ന് എന്തെങ്കിലും പുസ്തകം അങ്ങനെ വായിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇല എന്തെങ്കിലും ഇതിലോട്ട് വീഴും. അപ്പോൾ അതെടുത്ത് മാറ്റും, പിന്നെ വയ്ക്കുമ്പോൾ പിന്നെ ഇല വീഴും. ഇതിങ്ങനെ പിന്നീട് എനിക്ക് മനസ്സിലായത് അത് പുസ്തകം വായിക്കേണ്ട സ്ഥലമല്ല, അതിനെക്കാട്ടും വലിയൊരു പുസ്തകം ഇവിടെ തുറന്ന് കിടക്കുകയാണ്. പിന്നെ ഞാൻ കാട്ടിൽ പുസ്തകമൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇത്രയും വലിയൊരു ഇത് വരുമ്പോൾ അവിടെ വന്നിട്ട് അതാണ് ഞാൻ എൻ്റെ ക്യാമ്പുകളിലൊക്കെ പറയും, നമ്മൾ കാട്ടിൽ എവിടെ പോയാലും നമ്മൾ ഈ ഫോണായിട്ട് നടക്കണേ. ഈ ഫോണും കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എല്ലായിടത്തും പോകുന്നത്. പിന്നെ അങ്ങനെ 24 മണിക്കൂർ ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ്. ചില ആരോടെങ്കിലും ഇനി കുറച്ച് കൂടി ആകുമ്പോൾ ആരോടെങ്കിലും അച്ഛൻ്റെ പേരെ ഒറ്റ സെക്കൻഡ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ, വീട്ടിലോട്ട് ഉള്ള വഴി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. അങ്ങനത്തെ ഒരു കാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അടുത്ത് ഞാൻ ഈ മാസം തന്നെ ഒരു കാട്ടിലോട്ട് പോകുന്നു, ഫോൺ എടുക്കില്ല, ഒന്നും എടുക്കില്ല. അതൊരു നേരെ അറിയാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റെന്നർത്ഥം. അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ എനിക്കൊരു വിശ്വാസമാണ് അത്, നമുക്ക് പോയി തിരിച്ചു ഇത് വരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. നമ്മളുടെ സത്യം ഞാൻ ഒരാളോട് അത് ഇത് ചെയ്തൊക്കെയാണ് പറഞ്ഞേക്കാണ്. അങ്ങനെ അത് പിന്നീട് ഞാൻ പറയാം. എന്തായാലും ഇക്ക എവിടെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതായത് നിങ്ങളെല്ലാവരുടെ ഒരു വീട്ടിൽ താമസിക്കുന്നു കാട്ടിൽ. അപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ട് കൂടെ ഉള്ള ഒരാൾ ചോദിക്കുകയാണ് എന്ത് ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഈ ആദിവാസിയായിട്ടുള്ളൊരു ചേട്ടൻ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ് അത് എലിയായിരിക്കും അന്ന് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ മൂർഖൻ പാമ്പിനെയൊക്കെ അതിലുണ്ട്, അവരുടെ വീട്ടിലും എല്ലാം ഉണ്ട്. അതാണ് ഒരു കുഴപ്പമില്ല. അതാണ്. അപ്പോൾ എലി നെല്ലിനാൻ പറ്റില്ല, പാമ്പാടെ ഉള്ളതിൻ്റെ പേരിൽ. അപ്പം നെല്ല് രക്ഷപ്പെട്ടില്ലേ ഷാര, അത് കുഴപ്പമില്ല, പാമ്പാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നൊരു പേടിച്ച് പറിച്ചു, എടാ എന്ത് ഇതായിരിക്കും പാമ്പാന്ന് പറഞ്ഞാൽ ഒക്കെ ചാടി വീട്ടിൽ അവിടെ നിന്ന് പുറത്തിറങ്ങിയ. ഇല്ല ഷാര, അത് മൂർഖൻ പാമ്പാണെന്ന്. കണ്ടതില്ലേ ഇപ്പോ ഇക്കയാണല്ലോ എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ കരടികളുടെ ഫോട്ടോ ഇക്ക ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് കരടിയുടെ ഫോട്ടോ എടുക്കാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഏറ്റവും കരടി എന്ന് പറയുമ്പോഴത്തേക്ക് ഓർമ്മയുള്ള ഒന്ന് രണ്ട് ഇമേജുകൾ അത് എവിടെ നിന്നായിരിക്കും, എങ്ങനെയായിരിക്കും കിട്ടിയെന്നുള്ളത്? ആദ്യം കരടിയെ എടുത്ത് പറമ്പിക്കുളം തന്നെയാണ്. അത് നെൽസൺ സാറുള്ളപ്പോൾ. നെൽസൺ സാർ അന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, വലിയ ഫസ്റ്റ് ഓരോന്നും വാശി കയറ്റും.
ഇങ്ങനെ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അടുത്ത വേറെ ആൾ വന്നെടുക്കും. അത് സാധാരണ ട്രിക്കാറുന്നത് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ തന്നെ പോയി കരടിയുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നു പറഞ്ഞ് നമ്മളൊരു പുഴയുടെ തീരത്ത് ഒരു ആദിവാസി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വിജയൻ. ആദിവാസി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തബന്ധം പോലെയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും അങ്ങനെ കാട്ടിൽ നന്നായിട്ട് കാട്ടിലെ കോമ്പസ് എന്നാണ് വിജയനെ കുറിച്ച് നെൽസൺ സാറ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു പുഴയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ കടുവ വരും, കടുവയുടെ കാൽപ്പാടാണ് ഫുള്ള് മണ്ണിൽ ഇങ്ങനെ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു പാറ പുഴയിലോട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്നത്. അപ്പോൾ കുറേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ വിളിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു തോന്നല്. ഞാൻ വിജയൻ പോയി വേറെ എവിടെയോ അന്ന് വാക്മാനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കേട്ട് എവിടെയോ കിടക്കുകയാണ് മരത്തിൻ്റെ മുകളിൽ എവിടെയോ. വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കാണ് ഞാൻ. അപ്പോൾ ഞാൻ നേരെ ആ പാറയുടെ മുമ്പിൽ പോയി തന്നെയാണ്. വെള്ളം ഒഴുകുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് മണലുണ്ട്, അവിടെ തന്നെയാണ്. എന്തോ അങ്ങനെ തോന്നിയിട്ട് തുറന്നൊരു സ്ഥലത്ത് എവിടെ നോക്കിയാലും എന്നെ കാണാൻ പറ്റും. ഈ പാറയിലോട്ട് നോക്കിയിട്ട് ക്യാമറ ഉണ്ട് കയ്യിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഇങ്ങനെ ശബ്ദം എന്നുള്ള ഇങ്ങനെ കരിയില ഇതിൻ്റെ. അപ്പോൾ ഞാൻ പന്നിയായിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതല്ല കരടി നേരെ ഈ ഇതിലെ പാറയിലോട്ട് കയറി വന്ന് ഇങ്ങനെ നോക്കി കുറച്ച് നേരം എന്നെന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് എന്നെ ഇത്തിരി കാഴ്ച മങ്ങലുണ്ട് കരടിക്ക്. മനസ്സിലായില്ല, ഞാൻ അനങ്ങാണ്ടിരിക്കില്ല. ഇങ്ങനെ നോക്കി നല്ലൊരു ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കരടി ഇറങ്ങി വെള്ളത്തിൽ പോയി വെള്ളം കുറച്ച് കുടിച്ച് പിന്നെ അതിലിങ്ങനെ എന്നെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയപ്പോൾ ഞാൻ വെറുതെ വിളിച്ചെന്ന് ശബ്ദം ഇട്ടതല്ല. അങ്ങനെ ഒരു ഇതുണ്ട്, ആനയൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കരടി കുറച്ചൊരു ഇങ്ങനെ നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് പോയി. അപ്പോൾ അത് ആദ്യത്തെ കേരളത്തിലെ കരടിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നെൽസൺ സാർ പറയണം. കരടിയെ നമ്മളെപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് പറ്റിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് മല്ലനും മാധവൻ്റെയും കഥ പഠിച്ചപ്പോഴും കരടിയെ പറ്റിക്കാം എന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷേ ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാണ് കരടി എന്ന് ഈ പറഞ്ഞ പോലെ കാടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരും കാട്ടിൽ പോകുന്ന ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ കരടിയുടെ ബുദ്ധി എത്രത്തോളമാണ്, എങ്ങനെയാണ്? അത് പലരും ഒന്നാമത് കരടീനെ കാണാൻ നിൽക്കാറില്ല. കരടീനെ കാണുമ്പോൾ തന്നെ ഓടലാണ് പതിവ്. അപ്പോൾ കരടീനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കരടികളെ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുള്ളൂ രണ്ട് കാലിൽ. ഇപ്പം കരടി എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ചതിലും ഇതൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ നമ്മൾ മുമ്പിൽ രണ്ട് കാലിൽ തരണം. അപ്പോൾ വിജയിക്കും, കരടി വിജയിക്കും, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ എനിക്കങ്ങനെ ഇന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കരടിയും കുഞ്ഞും ഒക്കെ നോക്കിയിരുന്നു. നല്ല ഫോട്ടോ നോക്കിയാലറിയാം, ഇഷ്ടംമാതിരി ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അതിലൊക്കെ കരടി ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ കരടിക്ക് മരത്തിൽ കയറാൻ മരത്തിൽ നിന്ന് ഇറങ്ങാൻ അറിഞ്ഞിട്ട് കൈ വിട്ടളയുന്നു. ഒക്കെ വെറുതെ നന്നായിട്ട് മരം കയറാനും ഇറങ്ങാനും തല കുത്തിയൊക്കെ മരം ഇറങ്ങും, നന്നായിട്ട് കയറുകയും ചെയ്യും. ഇതായിരുന്നു. അപ്പം ഞാനത് പണ്ട് മാതൃഭൂമി ആഴ്ചവെപ്പിൽ എഴുതിയിരുന്നു, ആരാ നോക്കിയെന്നാൽ കരടി മരം കയറിയിട്ട് ഇറങ്ങിവെന്ന് അവരൊന്ന് വിളിച്ചുകൊണ്ടാ. കരടി എന്ന് പറയുമ്പോൾ ഓടും അത്ര ഇതായിട്ട്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല കരോട്, അതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അപ്പോൾ കരടി ഇന്നവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു വളരെ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇഷ്ടംമാതിരി. എവിടെ പോയി കഴിഞ്ഞാലും കരടി, ആ കാട്ടിൽ കരടി ഉണ്ടെങ്കിൽ വരും. അതുപോലെ ഒരുപാട് ഈ കാടിനെ കൊള്ളയടിക്കുന്നവരെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഒപ്പം ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഒപ്പം പിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ സംശയം ഇത്രേ ഉള്ളൂ, കാടിനെ കൊള്ളയടിക്കുന്ന ആളുകൾ ഇപ്പോൾ കുറഞ്ഞു? നല്ല ഇപ്പോൾ കാട് നന്നായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. കാട്ടിൽ ഇതിൻ്റെ അകത്ത് ഈ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ആൾക്കാർ കൊള്ളയടിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട്. അങ്ങനെ കൊള്ളയടിക്കുന്ന ആൾക്കാരല്ല കാട്ടുകൊള്ളന്മാർ. കാട് വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ കാട് സംരക്ഷിക്കാനുണ്ടാക്കിയാണ് പണ്ടേ തുടങ്ങി. അപ്പോൾ ജനങ്ങളായിട്ട് ചേർന്ന് ഇത് ഇപ്പോൾ അതിൽ പല പരിപാടികളായിട്ട് പല ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഓർമ്മ ഷെയർ ചെയ്യും, കാട് കൊള്ളയടിക്കുന്ന ആളെ പിടിച്ചതിൻ്റെ ഒരു ഓർമ്മ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ചന്ദന കളമരം, പിന്നെ കഞ്ചാവൊക്കെ വെട്ടാനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. കഞ്ചാവ് വെട്ടാനും ഇതൊക്കെ ആയിട്ട് ചിമ്മിനിയിൽ വെച്ചാണ്. ചിമ്മിനിയിൽ കഞ്ചാവ് വെട്ടാൻ ഞാൻ എൻ്റെ കരാട്ടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ കൂടിയാണ് അങ്ങനെ പോയത്. രസമാണ് അത്. പക്ഷെ അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മളതൊക്കെ കത്തിച്ച്, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല. കത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കൊണ്ടേ നമുക്ക് നമ്മൾ ലൈഫിലൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും ഉപയോഗിച്ചില്ല. ഇവിടെ മണ്ണെണ്ണ ഒഴിച്ച് അതൊക്കെ കത്തിച്ച് കുറേ തൈയൊക്കെ പറിച്ചുകൊണ്ടുവന്ന് ഓഫീസിൽ അവർക്ക് കാണിക്കാം. പിന്നെ ഈ ഇത് തോട്ടയിടുന്ന ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. മീൻ പിടിക്കുന്ന മീൻ പിടിക്കുന്നതല്ല, അത് ഇത് മീൻ ചൂണ്ടിയിട്ട് പിടിക്കുന്ന കുഴപ്പമില്ല. മറ്റേ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി. അങ്ങനെ ഇവിടെ മലക്കപ്പാറ വെച്ചായിരുന്നു ഷോളാറിൽ ഇത് ഞാനും വർഗീസായിട്ടും കൂടി ഓടിച്ചിട്ട് പിടിച്ച് നല്ല അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചന്ദനക്കള്ളന്മാരാ പറമ്പുകളെന്ന് വെച്ചാൽ അത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഇതാണ്. അവരെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. കൂടാതെ വേട്ടക്കാരെ പിടിച്ചിട്ടുണ്ട്. വേട്ടക്കാര് നേരത്തെ അത് ഷോളാർ വെച്ചാണ്. ഇതിനെ മാനിനെ ഇത് ചെയ്യുന്ന ചാക്കിൽ ഇതായിട്ട് വരുന്നത് കംപ്ലീറ്റ് ചോര ചാക്കിൽ. ഉപ്പ് മനസ്സിലായില്ല, പിടിച്ച് 2-3 പേരുണ്ടായിരുന്നു. നല്ല അടിയൊക്കെ കൂടിയത്. പിന്നെ കാട്ടിൽ കയറാൻ പറ്റില്ല. അങ്ങനെയായി.
നമ്മൾ പഠിച്ച അതാണ് നമ്മൾ ഒരു വാക്കത്തിയായിട്ട് വന്ന ആളുടെ നേരെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് ശബ്ദം കേട്ട് വിറച്ചുപോയി. നമുക്ക് മാർഷ്യൽ ആർട്സിൻ്റെ ഒരു ഇതുണ്ട്, അത് അലറിക്കഴിഞ്ഞാൽ അപ്പം അവിടെ വീഴും ആള്. അതുപോലെ അത് നമ്മളുടെ പിന്നിൽ നമ്മളെ വളർത്തിയ കാടും നമ്മുടെ മാർഷ്യൽ ആർട്സും, പിന്നെ ഇത് നമ്മൾ ശ്വസിക്കുന്ന വായു തരുന്ന സ്ഥലമാണ് ഇതാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കണം. നമ്മൾ അത് ഓരോ പൗരൻ്റെയും നമ്മൾ പൊതുമുതലല്ലേ അത് നശിപ്പിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇടപെടാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇത്. അപ്പോൾ അതിൽ കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ ചില ഉദ്യോഗസ്ഥർ ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ. അവരൊക്കെ റിട്ടയർഡായി പോയി, നമ്മളിപ്പോഴും റിട്ടയർഡ് ആയിട്ടില്ല. ഇక നമ്മളിപ്പോൾ കാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നമ്മളിപ്പോൾ സാങ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മസനഗുഡി വഴി ഊട്ടിക്ക് ഭയങ്കര ട്രെൻഡിങ് യാത്രയാണ്. അതിനിടയിൽ നമ്മൾ കാട് കട്ട് ചെയ്താ പോകുന്നത്, അല്ലെങ്കിൽ ബന്ദിപ്പൂര് പോകുന്ന ആൾക്കാർ, അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഷോളയാർ കട്ട് ചെയ്ത് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്ന ആൾക്കാരും നമുക്ക് പാസ് എടുത്താൽ കയറാമല്ലോ. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ റാദർ ഈ വണ്ടിയിലാണെങ്കിലും കാൽനടയാണെങ്കിലും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണക്കാക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് മനുഷ്യൻ പണിത് കൂട്ടിയ ഇവിടുത്തെ ആരാധനകളൊന്നുമില്ല. അവിടെ കള്ളന്മാരൊക്കെ ഇഷ്ടമായി വരുന്നുണ്ടല്ല, കുറ്റം ചെയ്ത് ഇപ്പോൾ അതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കാരണം കള്ളത്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെയല്ല, കാട് അങ്ങനത്തെ ഉള്ളൊരു സ്ഥലമല്ല. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പലതും ഏറ്റവും പ്രധാനമായി സ്കൂളിൽ നിന്നൊക്കെ ബസ്സിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. ആദ്യം തന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് തല്ലിപ്പൊളിച്ച് പുറത്തോട്ട് കളയാം ആദ്യം ചെയ്യേണ്ടത്. ഈ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടിയല്ല കാട്ടി കൊണ്ടുപോകേണ്ടത്. അവിടെ ചെന്ന് കൂകൽ അത് കുട്ടികളുടെ പ്രശ്നമല്ല, കൊണ്ടുപോകുന്ന അധ്യാപകരുടെ പ്രശ്നമാണ്. ഒരു അധ്യാപകർ തന്നെയല്ല, ഒരു ഫാമിലി ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആൾക്കാരുടെ പ്രശ്നമാണ്. അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ഇടല്, അതൊക്കെ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കണം. പിന്നെ ഇപ്പോൾ ഒരുപാട് നിയമം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോൾ അവർ അവിടെ ഉള്ള ഓഫീസേഴ്സ് അവർ കയറി നിന്ന് പറയണം ഇന്നെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം പുറത്ത് വലിച്ചെറിയരുത്. ആ മസ്റ്റിനോടി അങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെയാണ് കുടിച്ചു കഴിഞ്ഞിട്ട്, എന്നിട്ട് ഭയങ്കര എന്ത് സംസ്കാരമുണ്ട്. നമ്മൾ ഇന്ത്യ സംസ്കാര സമ്പന്നമാണ്, കേരളം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പാണെന്ന് പറഞ്ഞിട്ട് എവിടുത്തെ സംസ്കാരമാണ് ഇത്? ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മൂക്ക് പൊത്തണം, ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ അത്ര സ്മെല്ലായിരിക്കുള്ളൂ ഉള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അത് ഈ പറഞ്ഞ വലിയ വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, ഇവരൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്ന. ഇത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. നമ്മൾ ടൗണിൽ നിന്ന് തന്നെ ടൗണിൽ കളഞ്ഞൂടെ ഇവർ അവിടെ തന്നെ ഇടണോ? ബഹളം വെക്കൽ, പാട്ട്, അത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ സ്റ്റോപ്പാണ്. പിന്നെ കാട്ടിൽ നടക്കണമെങ്കിൽ, കാട്ടിൽ കയറണമെങ്കിൽ വനംവകുപ്പിൻ്റെ പെർമിഷൻ മസ്റ്റാണ്. തോന്നിയ പോലെ കണ്ടില്ല, സെൽഫി എടുക്കാൻ ആന ഓടിച്ചിട്ട് പുറത്തെ തലകുത്തി വീണ് ആൾക്കാർ. അപ്പോൾ അതൊക്കെ നല്ല ഈ ചെറിയ 500 രൂപ 1000 രൂപയൊന്നുമില്ല, 10000 രൂപ ചാർജ് ചെയ്യേണ്ട കാര്യമാണ്. അതിന് മേലെ അപ്പം വണ്ടിക്കാരും മര്യാദക്കാരാവും 10000 രൂപ കൊടുക്കണമല്ല. സത്യം. ഈ 1000 രൂപ 100 രൂപയൊക്കെ ഇതടിച്ചിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് തോന്നിയ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഒക്കെ പൈസ കൊടുക്കണം, പിന്നെ തടവും കൊടുക്കണം. 2 ദിവസമോ 2 വർഷമൊക്കെ 1 വർഷമൊക്കെ അവരവിടെയൊക്കെ കിടക്കട്ടെ ഒന്ന്. അപ്പോൾ പഠിച്ച് തിരിച്ചു വരുമ്പോൾ പിന്നെ ഇത് ചെയ്യില്ല. നമ്മൾ ഇന്ത്യയിലുള്ളൊരു പ്രശ്നം അതാണ്. നമ്മൾ ഇത്രയും ആൾക്കാർ പെരുകി, നമ്മളുടെ ഈ പണിഷ്മെൻ്റൊക്കെ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ മുതൽ നശിപ്പിക്കുന്നതിന്. അതിന് മുമ്പിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരെ ഇറങ്ങണം എല്ലാത്തിലും. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് വർഷം കാടിനോടും അതുപോലെ അവിടെയുള്ള ആളുകളോടും ഒക്കെ നിരന്തരം എന്താ പറഞ്ഞ സന്ധിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാക്കിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂല പോലും നമ്മൾ സംസാരിച്ചെത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഞാൻ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യം, ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗാട്സിൻ്റെ കാര്യം ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വെസ്റ്റേൺ ഗാട്സിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. യാത്രകളെക്കുറിച്ച്, സംരക്ഷണ യാത്ര നടത്തിയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്കങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് 84 പശ്ചിമഘട്ട രക്ഷായാത്ര, പദയാത്രയാണ് നടന്ന്. അത് എൻ്റെ ലീഡർ എ മോഹൻകുമാർ മാഷാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, കുടയാതിരിയുടെ താഴെ ഒരു സിദ്ധയോഗി പോലെ. അദ്ദേഹം നമ്മൾ ഗുരുതുല്യനായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. അതാണ് എൻ്റെ ലൈഫിലും 22 വയസ്സായിട്ടേ ഉള്ളൂ എനിക്ക് ആ സമയത്ത്. എൻ്റെ ലൈഫിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ്. നമ്മൾ കന്യാകുമാരി തുടങ്ങി പശ്ചിമഘട്ടത്തിൻ്റെ ഇതിൽ 3 മാസം ഫുള്ള് നടന്ന് ഇത് മഹാരാഷ്ട്ര അവിടെ വരെ എത്തുക എന്നുള്ളത് എനിക്ക് ഏതാണ്ട് 10 ദിവസമായിട്ട് തന്ന്. പക്ഷേ പിന്നെ ഫുള്ള് എന്നെ ഇത് ചെയ്ത് ഞാനപ്പോൾ കേരളത്തിൻ്റെ ബോർഡർ ഫുള്ള് അങ്ങനെ കവർ ചെയ്ത് നടന്ന്
അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് അന്ന് ഒരേ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവർ വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട് ഭയങ്കര സഹായങ്ങൾ ചെയ്യൽ, പാട്ടുപാടി, നാടകങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ എല്ലാം ഒരുമിക്ക എനിക്കൊന്ന് സ്വന്തമായ ടീച്ചർ കടമിനിട്ടൊക്കെ അന്ന് ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗവേഷകർ, ഭയങ്കര ഒരു കൂട്ടായ്മ വരുന്നത്. അത് വലിയ മാറ്റങ്ങൾ ഒരുപാട് കേരളത്തിൽ ഉണ്ടായി ആ ഒരു ഇതിൽ. അതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്ന 5-8 വർഷം മുമ്പ് സംവാദയാത്ര എന്നും പറഞ്ഞ് നടന്നു. പക്ഷെ എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് അന്നത്തെ ആ ഒരു യാത്ര തന്നെയായിരുന്നു. സംവാദയാത്ര വന്നപ്പോഴത്തേനും പിന്നെ ആകെ മാറി, ലോകവും മാറി, ഒക്കെ മാറി. അപ്പോൾ പശ്ചിമഘട്ട ഗാഡ്ഗിൽ കമ്മിറ്റിയും ഇതൊക്കെ വന്നപ്പോൾ ആൾക്കാരാകെ കുറച്ച് ആ രീതിയിലൊക്കെ ഇത് ആൾക്കാർക്ക് അവിടെ നിന്ന് ഇത് ഒഴിഞ്ഞു പോരേണ്ട വരുമെന്നുള്ള അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് നമ്മൾ. ആരും ഒഴിഞ്ഞൊന്നും പോയിട്ടില്ല. എൻ്റെ ലൈഫിൽ സംബന്ധിച്ച് അങ്ങനെ ഒരു മാറ്റം വന്ന ആദ്യത്തെ പശ്ചിമഘട്ട രക്ഷായാത്ര. എന്റെ ധാരണ പക്ഷെ രണ്ടാമത്തെ ഇല്ല ആദ്യത്തെ തന്നെ. അപ്പോൾ അത് ആദ്യത്തെ വലിയൊരു കേരളത്തിൽ തന്നെ വലിയ മാറ്റം സംഭവിച്ച ഒരു ഇതാണ്. എല്ലാവർക്കും പശ്ചിമഘട്ടം എങ്ങനെ സംരക്ഷിക്കണം. അപ്പോൾ അതിനൊരു ഇത് എഴുതി അതിനും എതിരുള്ള കുറച്ച് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആരുടെ ഫണ്ട് ഇതൊന്നുമില്ല. ഇത് ഒരു കാടിനെ സംരക്ഷിക്കാനും ഞാനുണ്ടാവും മുമ്പിൽ. അന്ന് കൊടുത്ത വാർത്ത അത് കള്ളനായാലും അവൻ്റെ കൂടെ ഉണ്ടാവും. കാടിനെ സംരക്ഷിക്കാനാണ് അന്ന് 22ാമത്തെ വയസ്സിലാണ് കേട്ടോ അതൊക്കെ പറഞ്ഞത്. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ ആകെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്. ഇന്ന് ഇവിടെ വന്നിരിക്കാനും കാരണം അതൊക്കെ തന്നെയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് പതുക്കെ പിന്നെ നമ്മൾക്ക് സത്യം അങ്ങനെ നമുക്ക് കുറേ വേർതിരിവുകളും കുറേ ഒറ്റക്കുള്ള യാത്രകളിൽ നിന്ന് തന്നെ കുറേ കാട് പറഞ്ഞു തന്ന് നമ്മൾ. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമൊക്കെ സംസാരിച്ചതിലും. ഈ പറഞ്ഞ പോലെ തന്നെ ഇക്ക നേരത്തെ പറഞ്ഞ പോലെ കള്ളനാണെങ്കിലും കാട് സംരക്ഷിക്കുന്നവനാണെങ്കിലും അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അന്ന് ഈ 84 പറഞ്ഞ ആണ് അത് പത്രത്തിലൂടെ അറിഞ്ഞത് പറഞ്ഞു. ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നമ്മളെല്ലാവരും ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മളൊക്കെ പലരും തുറന്ന് വിളിച്ച് പറയണമെന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രോള് കിട്ടുമോ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ ചീത്ത പറയുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, അതായത് വലിയ അറിവുണ്ടായിട്ടല്ല, നമ്മൾ പലരും മിണ്ടാതിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇക്ക പക്ഷെ ഇക്കയുടെ ബോൾനെസ് വെച്ചിട്ട് ആ കാര്യങ്ങൾ ഇക്ക തുറന്ന് പറയുന്നു എന്നുള്ളിടത്താണ് ഇക്കയുടെ, അല്ലെങ്കിൽ ഇക്ക സ്റ്റേസ് ടോളർ എന്നുള്ള സാധനം വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇക്ക. താങ്ക് യു സോ മച്ച്.